പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ എവല്യൂഷൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ WWE ഹെഡ് ഓഫ് ക്രിയേറ്റീവായ ട്രിപ്പിൾ എച്ച് സെത്ത് റോളിൻസിന് സംഭവിച്ച ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു മേജർ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ എച്ച് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സൂപ്പർ താരവും നിലവിലെ മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക് 2025 ബ്രീഫ് കേസ് ഹോൾഡറും കൂടിയായ സെത്ത് റോളിൻസിൻ്റെ കാലിന് നേരിട്ട ഇഞ്ചുറി അത് കുറച്ച് സീരിയസ് ആണെന്നുള്ളത് ട്രിപ്പിൾ എച്ച് തുറന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ട്രിപ്പിൾ എച്ച് ഇഞ്ചുറികളെ സംബന്ധിച്ച് അങ്ങനെ സംസാരിക്കാറില്ല. അത് അവർ മിക്കപ്പോഴും ഇങ്ങനെ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള ഇഞ്ചുറികൾ മാത്രമാണെങ്കിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. റിയൽ ആയിട്ടുള്ള ഇഞ്ചുറികളെ സംബന്ധിച്ച് പ്രസ് കോൺഫറൻസിൽ നിന്നും അങ്ങനെ ട്രിപ്പിൾ എച്ച് അഡ്രസ്സ് ചെയ്യാറില്ല. പക്ഷേ സെത്തിൻ്റെ കേസ് അവർക്ക് ഒഴിച്ച് മാറ്റാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഇന്ന് അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സെത്ത് റോളിൻസിന് വലിയ രീതിയിലുള്ള ഒരു പരിക്ക് നേരിട്ടു എന്നും ഇതിൻ്റെ ഒരു എത്ര താമസം എടുക്കും ഈ ഒരു ഇഞ്ചുറി മാറാൻ എന്നുള്ളതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി സെത്ത് റോളിൻസ് ഒരു MRI സ്കാനിങ്ങിന് നാളെ പോകും എന്നുള്ളതും ട്രിപ്പിൾ എച്ച് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ WWE തന്നെ ഡോക്ടേഴ്സ് തന്നെയായിരിക്കും അതിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് പങ്കുവെക്കുക, അല്ലെങ്കിൽ സെത്ത് റോളിൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേഷനും പ്രതീക്ഷിക്കാം എന്നുള്ളതും ട്രിപ്പിൾ എച്ച് പറയുന്നുണ്ട്. എന്തായാലും സെത്തിൻ്റെ നിലവിലെ കണ്ടീഷൻ അത്ര സുഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല എന്നുള്ളതും ട്രിപ്പിൾ എച്ച് പറയുന്നുണ്ട്. നടന്ന എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ബാക്ക് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ അദ്ദേഹം നീ ബ്രേസ് ഇട്ടിട്ടായിരുന്നു, ക്രച്ചുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന് വരാൻ സാധിച്ചത്. അപ്പോൾ ഇഞ്ചുറി സീരിയസ് ആണെന്നുള്ളത് ട്രിപ്പിൾ എച്ച് സമ്മതിക്കുന്നു. ട്രിപ്പിൾ എച്ച് പറയുന്നത് ഇന്ന് സെത്ത് ഈ ഒരു എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ബാക്ക് സ്റ്റേജിൽ വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വൈഫ് സൂപ്പർ താരമായ നിലവിലെ വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിൻ്റെ മത്സരം കാണാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെത്ത് ബാക്ക് സ്റ്റേജിൽ വന്നത്. അതല്ലാതെ മറ്റ് അപ്ഡേറ്റുകളൊന്നും സെത്തിനെ സംബന്ധിച്ച് പങ്കുവെക്കാനില്ല. എന്തായാലും ട്രിപ്പിൾ എച്ച് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കുറച്ച് മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറി. സെത്തിനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ റോയിലും സ്മാക്ഡൗണിലും വലിയ സ്റ്റോറി ലൈനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെത്തിന് പെട്ടെന്നൊരു ഇഞ്ചുറി പറ്റുന്നത് സ്റ്റോറി ലൈനിൽ അപ്പാടെ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലോ അതിനുശേഷമോ നമുക്ക് ലഭിച്ചേക്കാം. പിന്നീട് പങ്കുവെക്കാനുള്ളത് ഇന്ന് കഴിഞ്ഞ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് വുമൻസിൻ്റെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടാണ്. നിലവിലെ ചാമ്പ്യനായ ബെക്കി ലഞ്ച്, ബെയ്ലി, ലൈറ വാൽക്കീരിയ തുടങ്ങിയവർക്കെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് റൂൾസിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. കിടിലമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് മാച്ചോട് കൂടിയിട്ടാണ് എവല്യൂഷൻ എന്ന കിടിലൻ ഷോ ആരംഭിക്കുന്നത്. ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ഷോയുടെ നട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പണിംഗ് മാച്ചാണ്. ഈ ഒരു ഓപ്പണിംഗ് മാച്ചിൽ ഈ മൂന്ന് പേരുടെ കിടിലനായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് അത് തന്നെയാണ് ഈ ഷോയിൽ ഉടനീളം പിന്നീട് നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്ന മത്സരത്തോട് കൂടിയിട്ടാണ് എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻ്റ് ആരംഭം കുറിക്കുന്നത്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് NXT വുമൻസ് ചാമ്പ്യനായ ജെയ്സി ജെയിൻ നമ്പർ 1 കണ്ടൻഡറായ ജോർദൻ ഗ്രേസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള പ്രൊഡിക്ഷൻ അപ്ഡേറ്റിൽ ഞാൻ പങ്കുവച്ചത് ജോർദൻ ഗ്രേസ് പുതിയ NXT വുമൻസ് ചാമ്പ്യൻ ആകുമെന്നാണ്. കാരണം ജോർദൻ ഗ്രേസ് എന്ന് പറയുന്ന താരത്തിന് കൊടുക്കുന്ന ഒരു പരിഗണന, പുഷ്, താരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോപ്പുലാരിറ്റി, താരത്തിൻ്റെ ഒരു സ്റ്റാർഡം വെച്ചൊക്കെ നോക്കുമ്പോൾ ജെയ്സി ജെയിൻ ഒരിക്കലും ക്ലീനായി ജോർദൻ ഗ്രേസിനെ പരാജയപ്പെടുത്തില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ജെയ്സി ജെയിൻ്റെ ഫേറ്റൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഇടപെടൽ ഉണ്ടായാലും ജോർദൻ ഗ്രേസ് അവരെയൊക്കെ തോൽപ്പിച്ച് മത്സരത്തിൽ വിജയിച്ച് പുതിയ ചാമ്പ്യൻ ആകുമെന്നാണ് എല്ലാ വെബ്സൈറ്റുകളും ബെറ്റിംഗ് സൈറ്റുകളും വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് നമുക്ക് മത്സരത്തിൻ്റെ അവസാനം കാണാൻ സാധിച്ചത്. ഈ മത്സരത്തിൽ റിംഗ് സൈഡിൽ ജോർദൻ ഗ്രേസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ബ്ലേക്ക് മൊൺറോ എന്ന് പറയുന്ന താരത്തിൻ്റെ ഹീൽ ടേൺ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ജോർദൻ ഗ്രേസിനെ ആക്രമിക്കുന്നു. ഈ അവസരം മുതലെടുത്ത് ജെയ്സി ജെയിൻ മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്ലേക്ക് മൊൺറോ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ഹീൽ വർക്ക് AEW ഫോളോ ചെയ്തവർക്ക് അറിയാം. അവിടെ മെറായ മേ എന്ന് പറയുന്ന ക്യാരക്ടറിൽ അതികിടിലമായിട്ടായിരുന്നു താരത്തിൻ്റെ ഒരു ഹീൽ വർക്ക് വില്ലത്തരം ഉണ്ടായിരുന്നത്. ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടാണ് WWE താരത്തെ സൈൻ ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് NXT ഡിവിഷനിലും പിന്നീട് മെയിൻ റോസ്റ്ററിലും ആ ഒരു ഹീൽ വർക്കായിരിക്കും ബ്ലേക്ക് മൊൺറോയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക. നാലാമതായി നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെൻ്റ് ഡേയിലെ റഗൽ റോഡ്രിഗസും റോക്സിനി പെരസും
അലക്സിയ ബ്ലിസ്, ഷാർലറ്റ് തുടങ്ങിയവരുടെ ടീമിനെതിരെയും സോൾ റോക്ക, സാരിയ തുടങ്ങിയവരുടെ ടീമിന് എതിരെയും അതുപോലെ തന്നെ റോയിൽ നിന്ന് വന്ന കബൂക്കി വാരിയേഴ്സിനെതിരെയുമാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. കിടിലമായിട്ടുള്ള ഒരു ഫേറ്റൽ 4-വേ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ജഡ്ജ്മെൻറ്റിൻ്റെ ടീം തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. WWE വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ട്രിഷ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറിൻ്റെ പ്രായം ഒരിക്കലും തളർത്തില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി കാണിച്ചു തരുന്ന മത്സരമായിരുന്നു. പ്രൊഡിക്ഷൻസ് ഒക്കെ ശരിവെക്കുന്ന രീതിയിൽ ടിഫനി സ്ട്രാറ്റൻ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. ഒട്ടും ബോറടിപ്പിക്കാത്ത ട്രിഷിൻ്റെ ഒരു പ്രകടനം മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. അഞ്ചാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു നോ ഹോൾസ് ബാരഡ് മത്സരമായിരുന്നു. സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി ബിയാങ്ക ബെലേറിൻ്റെ ഒരു അപ്പിയറൻസ് നടന്ന മത്സരം. ജെഡ് കാർഗിൽ വേഴ്സസ് മിസിസ് മണി ഇൻ ദ ബാങ്ക് 2025 നൊയോമി തമ്മിലുള്ള ഈ ഒരു നോ ഹോൾസ് ബാരഡ് മത്സരം അതികിടിലമായിട്ടാണ് എൻഡ് ചെയ്തത്. ഒരു കിടിലൻ ഫിനിഷർ കോർണറിൽ നിന്ന് നയോമിക്കെതിരെ ജെഡ് കാർഗിൽ പ്രയോഗിക്കുന്നു. പിൻഫോളിലൂടെ ജെഡ് കാർഗിൽ വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജെഡ് കാർഗിലിൻ്റെ ഈ ഒരു വിജയം സമ്മർ സ്ലാമിൽ ജെഡ് കാർഗിലിനെ ഒന്നും കൂടി ഒരു സ്ട്രോങ് ആക്കിയിട്ടുള്ള റെസ്ലറാക്കി കാണിക്കും. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു നോ ഹോൾസ് ബാരഡ് എന്ന് പറയുന്നത്. ബിയാങ്ക ബെലേറും ജെഡ് കാർഗിലിൻ്റെയും സ്റ്റോറി അവർ എന്തായാലും ഈ സ്മാക്ഡൗൺ എപ്പിസോഡുകളിലൂടെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആറാമതായി നമുക്ക് കാണാൻ സാധിച്ചത് മെയിൻ ഇവൻ്റ് മത്സരം ഒരു ബാറ്റിൽ റോയൽ മത്സരമാണ്. വിജയിക്കുന്ന റെസ്ലറിന് ക്ലാഷ് ഇൻ പാരീസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. ആ ഇവൻറ്റിൽ ഏത് ചാമ്പ്യൻഷിപ്പിന് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നമ്പർ 1 കണ്ടർ പൊസിഷനായിരുന്നു മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ബാറ്റിൽ റോയൽ മത്സരമായിരുന്നു. കെലനി ജോർദൻ എന്ന് പറയുന്ന താരത്തിൻ്റെ കോഫി കിങ്സ്റ്റൻ്റെ മൂവൊക്കെ ചെയ്യുന്ന പോലെയുള്ള രീതിയിലുള്ളൊരു മൊമെൻ്റൊക്കെ കാണാൻ സാധിച്ചു. ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ലയെ നല്ല രീതിയിൽ ഈ മത്സരത്തിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് റെസ്ലറാക്കി കാണിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നയ ജാക്സ് എന്ന താരത്തെയാണ്. NXTയിൽ നിന്നുള്ള ലാഷ് ലെജൻഡിനെയും അവർ സ്ട്രോങ് ആക്കി കാണിച്ചിട്ടുണ്ട്. ലാഷ് ലെജൻഡും സ്റ്റെഫനി വെക്കേറുമാണ് മത്സരത്തിൻ്റെ അവസാന 2 റെസ്ലേഴ്സായിട്ട് വന്നത്. അതിൽ സ്റ്റെഫനി വെക്കേറിൻ്റെ ആ ഒരു കിടിലൻ മൊമെൻറ്റ്, അതായത് സ്റ്റെഫനി വെക്കേർ മാത്രം ചെയ്യുന്ന ആ ഒരു മൂവ് ചെയ്ത് ലാഷ് ലെജൻഡിനെ ഈ റിങ്ങിൻ്റെ പുറത്തേക്ക് തള്ളിയിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റെഫനി വെക്കേർ വിജയിക്കുന്നു. സ്റ്റെഫനി വെക്മാൻ വന്നിട്ട് ചെറിയൊരു സെഗ്മെൻറ്റ് അവിടെ നടത്തുന്നുണ്ട്. സ്റ്റെഫനി വെക്കേറിന് ഇനി ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റിലാണ് മത്സരം ലഭിക്കുക. സ്റ്റെഫനി വെക്കേർ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രഡിക്ഷൻ. അത് തന്നെയാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചതും. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ഇയോ സ്കൈ റിയ റിപ്ലിക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. റിയ ഈ 2 റെസ്ലേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതിനേക്കാൾ ഒരു മികച്ച മത്സരം നമുക്കിനി കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടാണ് ഈ മത്സരം അവസാനിച്ചിട്ടുള്ളത്. അത്രയും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു വുമൻസ് ഡിവിഷനിലെ തന്നെ. അത് ഏത് റെസ്ലിംഗ് കമ്പനി എടുത്തു നോക്കിയാലും അവരുടെയൊക്കെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു മത്സരമായിരിക്കും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം. ഈ മത്സരത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇയോസ്കയുടെ ഒരു ഫ്ലൈയിങ് മൂവ് ഉണ്ട്. അത് റിയ റിപ്ലിക്കെതിരെ ചെയ്യുന്ന സമയത്ത് റിയ റിപ്ലി ഒഴിഞ്ഞു മാറുന്നതും അത് റെഫറിയുടെ മേത്തേക്ക് പോയിട്ട് അടിക്കുന്നതും റെഫറി അപ്പോൾ തന്നെ റിങ്ങിൻ്റെ പുറത്തേക്ക് വിടുന്നതും റിയ റിപ്ലിയുടെ ഫിനിഷറായ റിപ്റ്റൈഡ് ഇയോസ്കൈക്കെതിരെ റിയ റിപ്ലി യൂസ് ചെയ്യുന്നതും കൗണ്ട് ചെയ്യാൻ റെഫറി ഇല്ലാത്തതായിട്ടുള്ള ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചു. ഫ്രസ്ട്രേഷനിൽ വന്ന റിയ റിപ്ലി പിന്നീട് ഒരു ഫൈറ്റ് ചെയ്ത് ഇയോസ്കൈയെ ക്രൗഡിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് തിരിച്ചടിച്ച ഇയോസ്കൈ ഒരു ബോക്സിൻ്റെ ഒക്കെ മുകളിൽ കയറി ഒരു ഫ്ലൈയിങ് സ്പ്ലാഷ് മൂവ് റിയ റിപ്ലിക്കെതിരെ ചെയ്യുന്നതും അവരുടെ ഒരു ഫൈറ്റ് പിന്നീട് തിരികെ റിങ്ങിലേക്ക് വന്ന ഉടനെ തന്നെ ഇയോസ്കൈയുടെ ഫിനിഷറായ മോൺസോൾട്ട് റിയ റിപ്ലിക്കെതിരെ യൂസ് ചെയ്യുന്നതും അവിടെ മത്സരം അവസാനിപ്പിച്ചു എന്ന് തോന്നിപ്പിച്ചെങ്കിലും മൂന്നാമത്തെ കൗണ്ടിന് മുൻപ് തന്നെ റിയ റിപ്ലി കിക്ക് ഔട്ട് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി എന്ത് എന്നുള്ള ഒരു രീതിയിൽ മത്സരം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് മിസിസ് മണി ഇൻ ദ ബാങ്ക് ആയ നയോമി ബ്രീഫ് കേഴ്സുമായിട്ട് ഓടി വരുന്നതും ആ ബ്രീഫ് കേഴ്സ് ക്യാഷ് ഇൻ ചെയ്ത് മത്സരം ട്രിപ്പിൾ ത്രെറ്റ് ആക്കി എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്ന ഉടനെ തന്നെ ഇയോസ്കൈയെ ബ്രീഫ് കേഴ്സ് ഉപയോഗിച്ച് അടിക്കുന്നു. റിയ റിപ്ലിയെ കോർണറിലേക്ക് പോസ്റ്റിലേക്ക് തള്ളിയിട്ടുകൊണ്ട് റിയ റിപ്ലിയെ റിങ്ങിൻ്റെ പുറത്തേക്ക് ഇടുന്നു. ഇയോസ്കൈക്കെതിരെ ഫിനിഷർ അടിച്ചുകൊണ്ട് നയോമി പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നയോമിയുടെ കരിയറിലെ ബിഗസ്റ്റ് വിൻ എന്ന് തന്നെ പറയേണ്ടി വരും. വുമൻസ് ഹിസ്റ്ററിയിൽ WWEയിൽ ഒരു റെസ്ലർ ഒരു വുമൻസിൻ്റെ മെയിൻ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം
പിന്നീട് വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ എടുത്ത ഒരു സമയം ആ ഒരു റെക്കോർഡ് നട്ടാലിയ എന്ന് പറയുന്ന ലെജൻഡ് താരത്തിൻ്റെ കയ്യിലായിരുന്നു. അത് ഇപ്പോൾ നയോമി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപാണ് നയോമി സ്മാക്ഡൗണിൻ്റെ വുമൺസ് ചാമ്പ്യൻ ആകുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വുമൺസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് മെയിൻ ആയിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് നയോമി വീണ്ടും വിജയിക്കുന്നത്. അപ്പോൾ വലിയൊരു അച്ചീവ്മെൻറ്റും നയോമിക്ക് ഇവിടം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നയോമി എന്ന് പറയുന്ന താരത്തിൻ്റെ ഈ ഒരൊറ്റ ക്യാഷിൻ മൊമെൻറ്റും അതിലുള്ള സീക്വൻസുകളും അതുതന്നെ വുമൻസ് ഡിവിഷനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ക്രൗഡിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ എടുത്തു പറയേണ്ടതാണ്. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഉടനീളം ക്രൗഡ് നൽകിയ ഒരു സപ്പോർട്ട് അത് ഗംഭീരമായിരുന്നു. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇനി എല്ലാ വർഷവും നടത്തുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുള്ളത് ട്രിപ്പിൾ എച്ച് തന്നെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വുമൻസ് ഡിവിഷൻ വുമൻസ് റോസ്റ്റർ എല്ലാ വർഷവും എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്താൻ വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ മേൽ വലിയ പ്രഷർ നടത്താനും സാധ്യത ഉണ്ടെന്നുള്ളതും ട്രിപ്പിൾ എച്ച് തുറന്നു പറയുന്നുണ്ട്. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഇന്നലെ കഴിഞ്ഞ വീക്ക്ലി സ്പെഷ്യൽ എപ്പിസോഡിനെ കടത്തിവെട്ടിക്കുന്നത്, അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എവല്യൂഷൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ വാലിൽ കെട്ടാൻ പോലും ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നത് എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഈ മത്സര രീതികൾ കണ്ടാൽ തന്നെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.